നിനക്ക് നിന്റെ ജീവനേക്കാൾ ശ്രീലക്ഷ്മിയുടെ ജീവനാണ് വലുതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ജാതകം ചേരില്ല എന്ന കാര്യം ആരും അറിയാതെ ഞാൻ തന്നെ കുഴിച്ചുമൂടി. ഇനി തീരുമാനം നിന്റെയാണ് രവി. നീ തന്നെ തീരുമാനിക്ക്, ഈ വിവാഹം നടക്കണോ അതോ വേണ്ടയോ എന്ന്. ഞാൻ ഫോൺ വയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? മനസ്സിലായി ജിഡി. രവിവർമ്മനെ നമ്മളങ്ങനെ നിസ്സാരനായി കാണരുത്. ഓരോ ചുവടും സൂക്ഷിച്ചു വേണം വയ്ക്കാൻ. എവിടെയെങ്കിലും പിഴച്ചാൽ ജീവൻ വരെ ആപത്തിലയക്കാവുന്ന പരീക്ഷണമാണത്. അറിയാൻ ജിഡി. എനിക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് നിന്നെ എനിക്കിപ്പോ ആവശ്യം വന്നത്. ഒരു സംശയവും തോന്നാതെ വേണം അവിടെ കയറിപ്പറ്റാൻ. എല്ലാം ജിഡി പറയുന്ന പോലെ തന്നെ ചെയ്യാം. ഇതൊരു ചതുരംഗ കളിയാണ്. ചതുരംഗത്തിൽ രാജാവിന് ചെക്ക് വെക്കണമെങ്കിൽ ആദ്യം പടയാളിയെയും ഗജബലത്തെയും അശ്വബലത്തെയും തകർത്തുകൊണ്ട് വേണം മുന്നേറാൻ. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നതും അതാണ്. അവന്റെ സൽപ്പേരിനെയും പദവിയെയും പ്രേമത്തെയും ഓരോന്നോരോന്നായി ഞാൻ തകർക്കും. അവസാനം അവന്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ചെക്ക് വെക്കും. ജീവിതത്തിന് തന്നെ. ശ്രീ, ഈ ഡിസൈൻ എങ്ങനെയുണ്ട്? ഇത് കുറച്ച് ഡള്ള. നേരത്തെ കണ്ടത് ഇതിനേക്കാളും ബെറ്റർ ആയിരുന്നു. അപ്പോ നമുക്ക് കമ്പനി വേറെ നോക്കാം. ഇത് നോക്കി, വളരെ നല്ല ഡിസൈൻസ് അല്ലേ? കളറും നന്നായിട്ട് ചേരും ശ്രീലക്ഷ്മിക്ക്. സർ, ഗ്രീൻ ടീ. താങ്ക് യു. അതെ, അവിടെ ഒരു കോഫി കൊടുക്കണം. കുറെ നേരമായിട്ട് ആ പാവം നിങ്ങളുടെ രേഖാ മേഡത്തിന്റെ കൈ പെട്ടിരിക്കുക. ഇപ്പോ വിശപ്പും ദാഹവും തുടങ്ങിക്കാണും. കേക്കുന്നുണ്ട്. ശരിക്കും കല്യാണ സാരി എന്ന് പറഞ്ഞ എന്താണെന്ന് രഘുവിന്റെ വിചാരം? രഘു ഉദ്ദേശിക്കുന്ന പോലെ അത്ര നിസ്സാര സംഭവമൊന്നും അല്ല. പന്തലിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന വധുവിന്റെ സാരി എല്ലാവരും ശ്രദ്ധിക്കും എന്നുള്ളത് ഉറപ്പാ. ചിലർക്ക് ഡിസൈൻ ഇഷ്ടാവും, കളർ ഇഷ്ടാവില്ല. ചിലർക്ക് കളർ ഇഷ്ടാവും, ഡിസൈൻ ഇഷ്ടാവില്ല. അങ്ങനെ പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും. ശ്രീലക്ഷ്മി വധുവായി ബ്രദർ ഇൻ ലോയുടെ അടുത്ത് നിൽക്കുമ്പോ ഒരാളും കുറ്റം പറയാൻ പാടില്ല. ആ നിർബന്ധം ഉള്ളതുകൊണ്ടാ ഞാൻ ഈ മെനക്കെടുന്നെ. അപ്പൊ സാരി സെലക്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. രഘുവിന് ഇവിടെ ഇരിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ എണീറ്റ് പോവാം. ഞങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. ഓ ശരി, ഞാൻ വിട്ടേ. നോക്കാം. അമ്മേ, പൂജകളൊക്കെ കഴിഞ്ഞായിരുന്നോ? ആ മോനെ, നന്നായി തന്നെ കഴിഞ്ഞു. മധുരല്ലോ വന്നെന്ന് തോന്നുവാ. അമ്മേ, ഒരു നിമിഷം. അമ്മയുടെ മുഖം എന്താ ഡള്ളായിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ചെറിയൊരു ക്ഷീണം പോലെ. ക്ഷേത്രത്തിലൊക്കെ പോയി വന്നതല്ലേ, വെയിലും കൊണ്ടു. മധുരല്ലോ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കി. നമസ്കാരം അമ്മേ.
ശ്രീലക്ഷ്മി വന്നിട്ട് കുറച്ചു നേരം ആയോ? അറിഞ്ഞിരുന്നു ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെന്ന്. ഒരമണിക്കൂർ. എനിക്ക് വേണ്ടി പൂജ കഴിപ്പിക്കാൻ അമ്മ അമ്പലത്തിൽ പോയതാണെന്ന് രേഖ മാം. ഞാൻ ആകെ കുഴപ്പമാവുമല്ലോ ഭഗവാനെ. മോളിരിക്കെ. സാരല്ല അമ്മ. അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്ന? ഞാൻ നേരത്തെ ശ്രദ്ധിച്ചു, എന്തോ ഒരു വിഷമം പോലെ. കല്യാണത്തിന് മുൻപ് ഞാൻ ഈ വീട്ടിൽ വന്നതില് അമ്മയ്ക്ക് ഇഷ്ടക്കുറവ് വല്ലതും? ഏയ്, അങ്ങനൊന്നുമില്ല മോളെ. ഇന്ന് ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് നിന്നപ്പോ ഞാനൊരു സ്വാമിജി നടത്തിയ പ്രഭാഷണം കേട്ടു. അതിൽ അദ്ദേഹം ഒരു കഥ പറയുകയായിരുന്നു. അത് കേട്ടപ്പോ മുതലേ മനസ്സിന് വല്ലാത്തൊരു ദുഃഖം പോലെ. എന്ത് കഥ? ഒരു ഭാര്യയും ഭർത്താവും കാട്ടിലൂടെ ഒരു തീർത്ഥയാത്രയായിരുന്നു. ഇടയ്ക്ക് അവർക്കൊരു നദി മുറിച്ച് കടക്കേണ്ടി വന്നു. നദിയിൽ നല്ല ഒഴുക്കുള്ളതുകൊണ്ട് ഒരു കാട്ടുവള്ളി കൊണ്ട് ശരീരങ്ങളെ ഒരുമിച്ച് കെട്ടിയ അവര് നദി മുറിച്ച് കടക്കാൻ തുടങ്ങിയത്. പെട്ടെന്ന് പക്ഷേ നദിപ്രവാഹം കൂടാൻ തുടങ്ങി. രണ്ടുപേർക്കും ഒരുമിച്ച് നദി മുറിച്ച് കടക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ഒരാൾക്കേ സാധിക്കൂ. മോള് പറ, ആരാണ് ഈ കഥയിൽ ഇപ്പോൾ സ്വയം ത്യാഗം ചെയ്യേണ്ടത്? ഇതില് ആലോചിക്കാനായിട്ട് എന്തുണ്ടമ്മേ? ഭർത്താവിന്റെ രക്ഷയ്ക്കായി ഭാര്യ സ്വയം ആ കാട്ടുവള്ളികളിൽ നിന്നും ഊരി മാറണം, അത്ര തന്നെ. പക്ഷെ അങ്ങനെ ചെയ്താൽ ആ ഭാര്യയ്ക്ക് ഭർത്താവിനെ എന്നേക്കുമായി പിരിയേണ്ടി വരില്ലേ? അങ്ങനെയല്ല അമ്മേ. ത്യാഗം ചെയ്യുമ്പോഴാ പ്രേമത്തിന് അതിന്റെ ആഴം മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതൊരു നല്ല ഭാര്യയും ഭർത്താവിന്റെ ക്ഷേമത്തിനായി തന്റെ ജീവൻ വെടിയാൻ പോലും തയ്യാറാകും എന്ന എന്റെ വിശ്വാസം. ആ കഥയിലെ സ്ത്രീ തന്റെ ഭർത്താവിനെ ജീവന് തുല്യം കരുതുന്നുണ്ടെങ്കിൽ അവര് മറ്റൊന്നും ചിന്തിക്കാതെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാനായി തന്റെ ജീവൻ ത്യാഗം ചെയ്യും. എനിക്ക് ഉറപ്പാണ്. ഞാനും അതിനോട് യോജിക്കുന്നു. അപ്പോ ഇതേ ത്യാഗം ചെയ്യാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടാൽ എന്തു പറയും നീ? എന്ന് ചോദിച്ചാ ഞാൻ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അമ്മേ? അമ്മയുടെ മുഖത്ത് എന്തിനെ കുറിച്ച് ഒരു ഭയം ഉള്ളതുപോലെ. ആരും അതിന് കാരണം? ഈ ഞാനാണോ? അതിന് കാരണം ജിഡി. അതിന് കാരണം ഗൗരിദാസാണ്. ശ്രീലക്ഷ്മി പേടിക്കണ്ട. കല്യാണ വാർത്ത അറിഞ്ഞ് ജിഡി എന്തായിരിക്കും ഒപ്പിക്കുക എന്ന് ഓർത്തിട്ടാണ് അമ്മയ്ക്ക് ഭയം. ഏയ്, അതല്ല മോനെ. അത് പിന്നെ അമ്മ വെറുതെ ടെൻഷൻ ആകല്ലേ. അമ്മയുടെ വിഷമം എന്താണെന്ന് എനിക്കറിയാം. അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ശ്രീലക്ഷ്മി എന്നെ ഉപേക്ഷിച്ചു പോകുമെന്നാണ് അമ്മയുടെ ഭയം. എന്താ, ശരിയല്ലേ? അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല അമ്മ. എന്റെ ഈ സാറിന്റെ ഇടയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ഞങ്ങളെ പിരിക്കില്ല ഒരിക്കലും. അമ്മ പറഞ്ഞ കഥയിലെ ഭാര്യ തന്റെ ഭർത്താവിന് താനൊരു ഭാരമാകുമെന്ന് വിചാരിച്ച
സ്വയം ത്യാഗം ചെയ്യാൻ തയ്യാറായത്. പരസ്പരം ത്യാഗം ചെയ്താൽ ഞാനും സാറും ഞങ്ങൾക്ക് പരസ്പരം ബാധ്യതയോ ആരോ അല്ല അമ്മേ. ശ്രീലക്ഷ്മി, താൻ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ആ, രേഖ തന്നെ വെയിറ്റ് ചെയ്യായിരിക്കും. അങ്ങോട്ടേയില്ല, ഞാനിപ്പോ വരാം. അമ്മ എന്തേ ചെയ്യുന്നത്? ഞങ്ങളുടെ വിവാഹം നടന്നാൽ ഞാൻ മരിച്ചു പോകുന്നുള്ള ഭയമാണ് അമ്മയ്ക്ക്. നീ ഇതെങ്ങനെ അറിഞ്ഞു? ഒരു സൂചന കിട്ടി, ബാക്കി ഞാൻ ഊഹിച്ചു. അല്ലമ്മേ, അമ്മയുടെ മകന്റെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും അമ്മ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണോ ഇപ്പോ? രവി. അതെ അമ്മേ, ഇത്രയും നാളും എന്റെ ഈ ഏകാന്ത ജീവിതം മതിയാക്കാൻ എന്നോട് പറഞ്ഞിരുന്ന അമ്മ തന്നെ ശ്രീലക്ഷ്മി എന്നിൽ നിന്ന് അകറ്റി വീണ്ടും എന്നെ അതേ ഏകാന്ത ജീവിതത്തിലേക്ക് തള്ളിവിടാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയല്ല രവി. ശ്രീയുമായിട്ടുള്ള നിന്റെ വിവാഹം നടന്നാൽ നിനക്ക് മാനഹാനി ഉണ്ടാവുന്നുള്ള ഭയം എന്നെ കൊണ്ട് ഇങ്ങനൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചു. എന്റെ ഒരു സ്ഥാനത്ത് ഏതൊരമ്മയായാലും ഇങ്ങനെ ചെയ്യൂ. എന്താണ് ചെയ്യേണ്ടതെന്നോ എങ്ങനെ ഇതിൽ നിന്ന് നിന്നെ രക്ഷിക്കുമെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല രവി. ഒരിക്കലും ഒന്നും ഉണ്ടാകില്ലമ്മേ. ഒരു തവണ എന്റെ പ്രണയത്തെ കവർന്നെടുത്ത് വിധി എന്നെ തോപ്പിച്ചു. പക്ഷേ ഇത്തവണ അതുണ്ടാവില്ല. ഒരു വിധിക്കും ഞാൻ എന്റെ പ്രണയത്തെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ശ്രീലക്ഷ്മി സന്തോഷമായിട്ടിരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ശ്രീലക്ഷ്മി കൂടെയുള്ളപ്പോ എനിക്കൊന്നും സംഭവിക്കില്ല. ഒരുപക്ഷെ ജോത്സ്യം പറഞ്ഞ പോലെ ഞങ്ങൾ പിരിഞ്ഞിരിക്കുന്ന ഓരോ നിമിഷവും ഇഞ്ചിഞ്ചായി വേദനിച്ച് മരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു ദിവസം ഒരുമിച്ച് ജീവിച്ച് മരിക്കുന്നത്. അരുത്, അങ്ങനെയൊന്നും പറയരുത് നീ. ശരി, പറയില്ല. പക്ഷെ ഒരപേക്ഷയുണ്ട്. ഞാൻ ഇതുവരെ അമ്മയോടൊന്നും ചോദിച്ചിട്ടില്ല. അമ്മയ്ക്ക് തന്ന വാക്കുകളെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു കാര്യം ഞാൻ അമ്മയോട് അപേക്ഷിക്കുക. ശ്രീലക്ഷ്മി എന്നിൽ നിന്ന് അകറ്റാൻ അമ്മയുടെ വശത്തു നിന്നും ഒരു ശ്രമവും ഇനി ഉണ്ടാകരുത്. പ്ലീസ്. അമ്മയുടെ മനസ്സിലുള്ള ഭയം ശ്രീലക്ഷ്മിയോ ആ കുടുംബത്തുള്ളവരോ അറിയാൻ പാടില്ല. മാത്രമല്ല, ഈ നിമിഷം മുതൽ അമ്മ അതിനെപ്പറ്റി ഓർക്കുക പോലും ചെയ്യരുത്. ഇവിടെ എല്ലാവരും കല്യാണത്തിന്റെ സന്തോഷത്തില്ല. അമ്മയും ആ സന്തോഷത്തിൽ വേണം പങ്കുചേരാൻ. പ്ലീസ്. ഈശ്വര, എനിക്കെന്തിനാണ് ഈ പരീക്ഷണം? ഇവൻ വാക്കുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനാവാത്ത വിധം എന്നെ ബന്ധിച്ചു കളഞ്ഞല്ലോ. ഇനി എന്ത് ചെയ്യും ഞാൻ? ദൈവമേ, എന്താണ് ഇതിനൊരു പരിഹാരം? സർ, ഇത് റോയൽ വെഡിംഗ് കാർഡ് ഡിസൈനിങ് ആണ്. നിങ്ങളുടെ റിച്ച്നെസ്സിന് ഈ കാർഡ് പെർഫെക്റ്റ് ആയിരിക്കും. നോക്കൂ, ഹൗസ് ഇറ്റ്? ഹായ്.
രേഖ എങ്ങനെയുണ്ട്? വാവ്, വളരെ നന്നായിട്ടുണ്ട്. സൂപ്പർ അല്ലേ രഘു? ഹാവ് എ ലുക്ക് സുലക്ഷ്മി. ശ്രീലക്ഷ്മിക്ക് ഇഷ്ടമായെങ്കിൽ പറഞ്ഞോളൂ. നമുക്ക് ഈ കാണുന്ന തന്നെ ഫിക്സ് ചെയ്ത് ഇപ്പൊ തന്നെ ഓർഡർ കൊടുത്തേക്കാം. അല്ല കുഞ്ഞെ, നമുക്ക് ഗായത്രി അമ്മയോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനിച്ചാ പോരെ ഇതൊക്കെ? ബലമ, ഗായത്രി അമ്മയും രവിചന്ദ്രവർമ്മനെയും കാണിച്ച് അവര് സമ്മതം പറഞ്ഞതിന് ശേഷം മാത്രമേ ഓർഡർ നൽകൂ. പ്ലീസ് ബി ക്വയറ്റ്. ചേട്ടായി വന്നല്ലോ. കറക്റ്റ് സമയത്ത് തന്നെ വന്നു ബ്രദറിൻലോ. ശ്രീലക്ഷ്മി വെഡിംഗ് കാർഡ്സ് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. മേ ബി ശ്രീലക്ഷ്മി കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. ബ്രദറിൻലോ ഒന്ന് നോക്കിയേ. ആ സർ, ഇപ്പൊ ഈ കാർഡിനൊപ്പം ഗിഫ്റ്റ് പാക്ക് അറ്റാച്ച്ഡ് ആയിട്ട് വരും. ഈ കാർഡാണ് ഇപ്പൊ ട്രെൻഡിങ്. ഇതൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആണെന്ന് തന്നെ പറയാം നമുക്ക്. അനിയത്തിക്കുട്ടി എന്താ തോന്നിയത്? ഇറ്റ്സ് കൂൾ ബ്രദറിൻലോ, ഇത് മതി നമുക്ക്. പിന്നെ ഒരു കാര്യം കൂടി, പെൺവീട്ടുകാർക്കും കൂടിയുള്ള കാർഡ് നമ്മൾ സെലക്ട് ചെയ്യണം. എല്ലാ കാർഡിലും മാറ്റർ സെയിം മതി. ഇറ്റ്സ് ലൈക്ക് രവിചന്ദ്രവർമ്മൻ ആൻഡ് ശ്രീലക്ഷ്മി വെഡിംഗ് ഇൻവിറ്റേഷൻ. കാർഡില് രണ്ട് ഫാമിലിയുടെയും പേര് വെച്ച് രണ്ട് ഫാമിലിയും ചേർന്ന് ക്ഷണിക്കുന്നത് പോലെ വേണം മാറ്റർ വരാൻ. വാവ് രേഖ, നല്ല ഐഡിയ ആണല്ലോ അത്. എന്ത് പറയുന്നു കേട്ടായി? ഐഡിയ എങ്ങനെയുണ്ട്? നൈസ് തോട്ട് അനിയത്തിക്കുട്ടി. പെൺവീട് ചെറുക്കം വീട് എന്ന വ്യത്യാസമില്ലാതെ ഒരുമിച്ച് രണ്ട് വീട്ടുകാരും ഇൻവൈറ്റ് ചെയ്യുന്ന പോലെ. രണ്ട് കുടുംബങ്ങളും ഒന്നാണെന്ന് പറയാതെ പറയുന്ന രീതി. കറക്റ്റ് ബ്രദറിൻലോ. എന്റെ തോട്ട് ബ്രദറിൻലോ കൃത്യമായിട്ട് മനസ്സിലാക്കി. ശ്രീലക്ഷ്മി ഒന്നും പറഞ്ഞില്ല. കൊള്ളാം മാഡം. കാർഡ് വായിക്കുന്നവർക്ക് രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധം ഫീൽ ആവും. ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ട് അതിന്. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ കാണിക്കുന്ന കാർഡ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയായിരിക്കും. ഈ കാർഡ് ഒന്ന് നോക്കൂ. സിംപ്ലി ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി. വാവ്, സൂപ്പർ. രഘു, ബ്രദറിൻലോ, ഈ കാർഡ് എങ്ങനെയുണ്ട്? ചേട്ടായി ഓക്കെ പറയട്ടെ, അതല്ലേ പ്രധാനം. രഘു, നമുക്കിഷ്ടമാകുന്നതിലല്ല കാര്യം. വരമ്മ, അമ്മയൊന്ന് വിളിച്ച. ശരി. നമുക്കിഷ്ടമാകുന്ന കാര്യങ്ങൾ അമ്മ കൂടെ അംഗീകരിക്കുന്നതാണ് പ്രധാനം. അമ്മ പറയട്ടെ ഏത് കാർഡ് വേണമെന്ന്, അല്ലേ? അമ്മേ, ഇവിടെ എല്ലാരും കൂടെ ചേർന്ന് ഒരു വെഡിംഗ് കാർഡ് സെലക്ട് ചെയ്തു. അമ്മയ്ക്ക് കൂടി ഇഷ്ടമായാലേ ഈ കാർഡ് തീരുമാനിക്കുന്ന ചേട്ടായി പറയുന്നേ. അതെ അമ്മേ. അമ്മയുടെ തീരുമാനം എന്താണെന്ന് പറയൂ. അമ്മയുടെ ആശീർവാദത്തോടെയും സമ്മതത്തോടെയും മാത്രമേ ഇവിടെ ഓരോ കാര്യങ്ങളും നടക്കുകയുള്ളൂ. അതിന് എന്റെ വിവാഹ കാര്യത്തിലും അങ്ങനെ തന്നെയാവും. അമ്മ ഒരിക്കലും മക്കളുടെ ഇഷ്ടത്തിനെതിരെ നിൽക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേണ്ടാന്ന് പറയാൻ പറ്റില്ല അമ്മയ്ക്ക്. നിങ്ങളുടെ ഇഷ്ടങ്ങളെ തീർച്ചയായും അമ്മ അംഗീകരിക്കും. ഈ കാർഡിനായാലും വിവാഹത്തിനായാലും അങ്ങനെ തന്നെ. വെരി ഗുഡ്. കാർഡ് മദറിലേക്ക് ഇഷ്ടായി. അപ്പോ ഈ കാർഡ് ഫൈനലി ചെയ്യട്ടെ? ചെയ്തോളൂ രേഖ. നിങ്ങളുടെ മുഖത്ത് ഞാനിപ്പോ കാണുന്ന ഈ സന്തോഷം വിവാഹശേഷവും തുടർന്ന് ജീവിതത്തിലും ഉണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹം. എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. പ്രത്യേകിച്ച് എല്ലാം അറിയുന്ന രവിയുടെ കയ്യിൽ.
ഇതിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് ഇതിലെ മാറ്റേഴ്സ് നോക്കി കാർഡിൽ പ്രിന്റ് ചെയ്തോളൂ. ഓക്കെ സർ നോക്കി